ഇന്നത്തെ വീഡിയോയിൽ കുക്കറിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ജീരകശാല അരി ഈ ഒരു കപ്പിന് 1 കപ്പാണ് കഴുകിയെടുത്തേക്കുന്നത്. ഇനി കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 1 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഇനി തീ കൂട്ടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തീ കൂട്ടി വെച്ചില്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അരി ഫ്രൈ ആയാൽ ഇതുപോലെ ഇളക്കുമ്പോൾ പാത്രത്തിൽ തട്ടിയിട്ട് സൗണ്ട് വരും. അതാണ് ഫ്രൈ ആയതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണിത്. നേരത്തെ അരി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിലാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗീയും കൂടി ഒഴിച്ച് അടച്ചു വെക്കാം. ഇനി ഇതിന് 1 വിസിൽ അടയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2ാമത്തെ വിസിൽ വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗീ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ